ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ എം.എൽ.എ. മാത്യു കൊളനാടനെതിരെ കേസെടുത്ത് ഇടുക്കി വിജിലൻസ് യൂണിറ്റ് 21 പേരെ പ്രതികളാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ 16-ാം പ്രതി കൊളനാടൻ. 2012-ലെ ദേവികുളം തഹസീൽദാർ ഷാജിയാണ് ഒന്നാം പ്രതി. ക്രമക്കേട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കൊളനാടൻ ഭൂമി വാങ്ങിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. എഫ്ഐആർ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. സന്ദീപ് രാജക്കാട് വിശദാംശങ്ങളുമായി. വളരെ നിർണായകമായ നീക്കമാണ്. മാത്യു കൊളനാടൻ മാസപ്പടി കേസ് വിജിലൻസ് കോടതിയിൽ കൊണ്ടുപോവുകയും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിജിലൻസ് കോടതി വിധി എഴുതുകയും ചെയ്തിരുന്നു. അതിൽ അപ്പീൽ ആലോചിക്കുന്ന ഘട്ടത്തിലാണ് മാത്യു കൊളനാടനെതിരായ കേസ് സജീവമാക്കുന്നത്. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് സന്ദീപ്? നികേഷ് കുമാർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു വിവാദം നിലനിൽക്കുന്നു. കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വരുന്നു. ആ ഒപ്പം തന്നെയാണ് മാത്യു കുഴൽനാടനെതിരെ മാത്യു കുഴൽനാടൻ വാങ്ങിയ ഭൂമി അനധികൃതമായ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് മുമ്പ് തന്നെ വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ആ വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടൻ സർക്കാർ പുറമ്പോക്ക് ഭൂമി അനധികൃതമായി കയ്യേറിയിട്ടുണ്ട് എന്ന സർവേയിലൂടെ വ്യക്തമാകുന്നത്. ആ ഇടപാട് നടത്തിയിരിക്കുന്നത് 2012 മുതൽ നടത്തിയിരിക്കുന്ന ഇടപാടിൽ അനധികൃതമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യമായിട്ടും വീണ്ടും ആ ഭൂമി വാങ്ങാൻ മാത്യു കുഴൽനാടൻ തയ്യാറായി എന്നുള്ളതാണ് ഇതിൽ വിജിലൻസിന്റെ കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം മാത്യു കുഴൽനാടൻ ഒരു അഭിഭാഷകനായി ഇരിക്കുന്നു. അദ്ദേഹം വാങ്ങുന്ന ഭൂമിയിൽ അനധികൃതമായ ഇടപാട് 2012 മുതലുള്ള ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യമായിട്ടും അതിലേക്ക് ഈ കച്ചവടം നടത്തുന്നതിലേക്ക് പോയിരിക്കുന്നു. ഒപ്പം തന്നെ ഭൂമി അനധികൃതമായി സർക്കാർ പുറമ്പോക്ക് ഭൂമി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്യു കുഴൽനാടൻ മനസ്സിലായിരുന്നു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ആ കാര്യത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഇടുക്കി യൂണിറ്റ് അടിയന്തരമായി തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. തുടർന്നായിരിക്കും ആരായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഏറെ പ്രധാനമായി നമ്മൾ കാണേണ്ടത് 2012-ൽ ദേവികുളം തഹസിൽദാരായിരുന്നിട്ടുള്ള ഷാജി അടക്കമുള്ളവർ ഈ കേസിലെ ഒന്നാം പ്രതിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 21 പേരാണ് ഈ കേസിൽ പ്രതികളായി വന്നിട്ടുള്ളത്. അതിൽ 16-ാം പ്രതിയായി മാത്യു കുഴൽനാടൻ വന്നിരിക്കുന്നു. ആ മാത്യു കുഴൽനാടനെ പ്രതി ചേർക്കപ്പെടുവാൻ വേണ്ടി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഈ അനധികൃത ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഈ ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇതിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് നികേഷ് കുമാർ, ഈ മാത്യു കുഴൽനാടന്റെ അനധികൃതമായിട്ട് ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിൽ റവന്യൂ വകുപ്പ് കേസെടുത്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അളക്കണം എന്നുള്ള ഒരു ആവശ്യം ഈ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചിരുന്നു. അത് ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അനധികൃതമായ ഭൂമി വീണ്ടും അളക്കുമ്പോൾ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ അത് ഒഴിപ്പിച്ചെടുക്കുന്ന നടപടികളിലേക്ക് അടക്കം റവന്യൂ വകുപ്പും വളരെ വേഗത്തിൽ പോകും എന്നുള്ളതാണ് നികേഷ് കുമാർ.